നേതാവേ, നമ്മൾ പറഞ്ഞ കാര്യം സംസാരിച്ചില്ലല്ലോ. ഇപ്പോഴാണോ സംസാരിക്കുന്നത്? ആടോ സുബി, എവിടോ തന്റെ ചായൻ പുറപ്പെടാൻ തുടങ്ങുന്നു. പോടോ ഇരിക്ക്. ഡേവിഡ് സാറേ, ഓടോ ഇരിക്ക്. എന്താണോ പുതിയ വിശേഷങ്ങൾ? എന്താ സാറേ ഈ ചേരി പിള്ളേരുടെ കൂടെ? അതവനൊരു നേതാവ് വിളിക്കാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അവന് സർക്കാർ ശമ്പളം, സർക്കാർ ജോലിക്കാരുള്ള പുച്ഛം, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്താ, യുവാക്കൾക്ക് തൊഴിലില്ലായ്മ, ഇതൊക്കെയാണ് അവന്റെ പ്രശ്നങ്ങൾ. പണമില്ലവൻ പഠിക്കും, പണമില്ലാത്തവൻ പഠിക്കില്ല, അത്രേ ഉള്ളൂ. പറയും, എന്തൊക്കെയുണ്ട് അതിന്റെ വിശേഷങ്ങൾ? ഓ, എന്ത് വിശേഷം സാറേ? സാറേ, നമ്മളെ പ്ലോട്ടിന്റെ കാര്യം നമ്മുടെ പിയാളുള്ളവരോട് പ്ലോട്ട് ഡേയുടെ ഏറ്റതാ. അത് മതി. ഡേവിഡ് സാറിന് ഉറപ്പ് കിട്ടിയാൽ മതി, പിന്നെ എനിക്കൊന്നും പേടിക്കണം. അതായത് തന്നെ പുതിയ കാറിന്റെ കാര്യങ്ങൾ സാറ് ഇതിന്റെ പ്രശ്നം കഴിഞ്ഞിട്ടുള്ള അതിൽ നിന്ന് നടക്കാനായിട്ട്. ഓക്കെ, പ്ലോട്ട് ഞാനേറ്റു. പക്ഷെ എന്റെ കാര്യം സാർ അതിന്റെ പ്രത്യേകിച്ച് പറയണോ? സ്റ്റാലിനൊരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ സാറിന് ഇറങ്ങണല്ലേ? നേതാവേ, എന്താണോ വാ. ഞങ്ങൾ പറഞ്ഞ കാര്യം നടക്കോ? സമയം എത്രയായി? ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ? കൊണ്ടുപോകും, പിന്നെ സംസാരിക്കാം. രാവിലെ വന്നല്ലോ. നേരത്തെ എത്തി. നാളെ ലീവാട്ടാ. ഇത് വന്നില്ല? ഒന്ന് കണ്ടില്ലല്ലോ. കുറച്ചു നേരം വൈകില്ലേ? രാവിലെ ഒരു പണിയെടുക്കാം. സ്കാൻ ചെയ്ത് അവിടെ വെച്ചൂടായിരുന്നു. നിനക്ക് ഇതൊക്കെ എടുത്ത് വെച്ച് ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാൻ നിൽക്കുന്ന സാധനങ്ങളൊക്കെ റിട്ടേൺ ചെയ്യാനുള്ള എടുത്ത് വയ്ക്കായിരുന്നു. ആ തടിയനെ കൊണ്ട് വല്ല പണിയെടുക്കും. നമുക്കത് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ അതിർത്തിട്ട് പോണേ? അത് സ്കാൻ ചെയ്യണം. ആ ഫോൺ എടുത്ത് വെച്ചേ. നിന്നെ കുറിച്ച് ഭയങ്കര കംപ്ലൈന്റ് ആരോ. ഇനി ഇങ്ങനെ ഫുള്ള് ഗെയിം പണിയല്ലേ? ഇത് ലൊക്കേഷൻ അനുസരിച്ച് സോർട്ട് ചെയ്ത് വെച്ചിട്ടാ. ഞാനത്തെ ലൊക്കേഷൻ അനുസരിച്ച് എങ്ങനെയാണ് വെറുതെ തോന്നുന്നത് കാരണം. എന്തെങ്കിലും ശരിക്കും വെക്കും. നിന്റെ ലൊക്കേഷൻ ചാള പല്ലിക്കറി ഉണ്ട്. ചാള 200, പല്ലിക്കറി 200. ഓ, ഇതൊക്കെ സാധാരണക്കാർക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റാവുന്ന വിലയാണോ നമുക്കിപ്പത്? 1300 രൂപ ഗവൺമെന്റ് പെൻഷൻ തരും. ആ പെൻഷനും കൊണ്ട് അരി വാങ്ങാനും മീൻ വാങ്ങാനും മരുന്ന് മേടിക്കാനും പിന്നെ മീൻ മേടിക്കാനും കൂടി ഉണ്ടാവോ? പുള്ളിക്കാരനെ നീ സുഖമില്ലാണ്ട് കിടക്കിലാണ്. ഒരു കാര്യം ചെയ്യും, ഇവിടെ ഈ വീടിന്റെ പടിക്കെ കിടന്ന് വിളിച്ച് പൂണ കേട്ടിട്ട് ഞാൻ ഇറങ്ങി വന്നതാ. ഏറ്റവും വില കുറവിന്റെ നോക്കി വരെ 1 കിലോ ഉണ്ടാ. കച്ചവടം എങ്ങനെയുണ്ട്? മെച്ചോണോ? ഓ, എന്ത് കച്ചവടം! നിങ്ങളെ പോലുള്ളവരൊക്കെ മീൻ മേടിക്കണോണ്ടാ ഞാൻ കഞ്ഞി കുടിച്ചു പോകണം. ഇവരെ പോലുള്ളവരൊക്കെ ലുലുമാളി പോയി ആ മീൻ വാങ്ങിക്കണേ. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് പട്ടിക്ക് കൊടുക്കാനാ. പിന്നെ സൈപ്പിംഗ് മെഷീൻ ഉണ്ടോയെന്നാ ചോദിച്ചു. ഈ പാവം മീൻ കച്ചവടക്കാരൻ്റെ കയ്യിൽ നോട്ടുണ്ട് മെഷീൻ, സൈപ്പിംഗ് മെഷീനൊക്കെ എവിടെന്നാ. പിന്നെ കാശിൻ്റെ കാര്യം മാസാവസാനം ആകുമ്പോൾ കിട്ടിയാലായി.
കിട്ടണ 1.5 ലക്ഷം രൂപ പെൻഷൻ വാങ്ങിക്കുന്നവരാ അത് ഇവിടുന്ന് അപ്പം തന്നെ ബാങ്കിലിടും. എന്നാൽ മീൻ കച്ചവടക്കാരനുള്ളത് ആരെങ്കിലും കയ്യിൽ വെച്ചേക്കാൻ പാടില്ല. അപ്പൊ അത് പറഞ്ഞാൽ വീട്ടുകാരൊന്നും മേടിക്കില്ല. മേടിക്കണ കാര്യമല്ലേ ഇപ്പം പറഞ്ഞേ. ആ പാത്രം കാര്യം എന്തായാലും 1 കിലോനാക്കണ്ട, 1 കിലോന് എടുത്തോ. ആഴ്ചയിൽ ഒരിക്കൽ മീൻ മേടിക്കലുള്ളൂ. ഇപ്പോഴും മേടിക്കുമ്പോൾ 1 കിലോ തന്നോളൂ. 1 കിലോയുടെ എന്നാ ബാക്കി കാശിതാ. ഇതിന് 200 രൂപയാ. ഓ അത്രയും വേണോ? പിന്നെ അതെ ഞാൻ പോട്ടെ, അവിടെ റേഷനേജ് നടപ്പത്തിട്ടായിരുന്നു. അത് എന്ത് ഭാഗമായി ഇത് 250. ഒരു ചായ പറയാൻ കൂടാ, എപ്പോഴൊന്നും നീ എനിക്ക് മേടിച്ചു തരാറുള്ളതല്ല. അങ്ങനെ താൻ എന്നും വേണ്ടി ഇന്ന് ചായ മേടിച്ചു കുടിക്കണ്ട. ഇതേ 2 മണി മുമ്പ് വിട്ടി നിർത്തിയില്ലെങ്കിലേ ഇത് മുഴുവൻ ചീഞ്ഞു താറും. ഈ ഉള്ളവർ രാവിലെ വരെ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടിട്ടാ വീടൊരു കണക്കിന് ഉന്തി ഉരുട്ടി കൊണ്ടുപോകണേ. പാസാകാനാകുമ്പോഴേക്കും പലിശക്കാരൻ്റെ ഇരയെത്തീരാ ഞാൻ. പിള്ളേർക്ക് മരുന്ന് മേടിക്കണ്ടേ, അത് ഫീസ് കൊടുക്കണ്ടേ, ഇത് എല്ലാത്തിനും ജീവനെയാണ്. അതെല്ലാം നോക്കണോ അതോ തനിക്ക് ഞാൻ ചായ മേടിച്ചത്? ഒരു തലയും തെറിച്ച സന്തതിയുള്ളത് അപ്പനെ നോക്കില്ല അമ്മേനെ നോക്കില്ല. എന്നിട്ട് അവനൊരു 4 ഏക്കർ എടുത്തിട്ട് ഒരു പന്നാക്ക് വണ്ടി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വില്ലേജ് ഓഫീസർ ഉള്ള പെൻഷനും കൊടുക്കും. ഇത് ഞാനെന്ത് ചെയ്യും? ഇടയ്ക്ക് തനിക്ക് ഞാൻ പെൻഷൻ ചായ മേടിച്ചു തരണം. ഒരു ചായ ചോദിച്ചതിനാണോ തങ്കപ്പ നീ ഇത്രയും എണ്ണി പറക്കുന്നത്? നിനക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ നീ മെമ്പറിൽ പോയി കാണും. നീ തന്നെയല്ലേ ഈ ദുശീല എന്നെ പഠിപ്പിച്ചു. നീ എന്നും മേടിച്ചതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ച് യാചിച്ചത്. എനിക്ക് പെൻഷൻ ഉണ്ടല്ലോ, എനിക്ക് പെൻഷനില്ല മെമ്പറും ഇല്ല. മോനെ 2 പിള്ളേരുണ്ട്, മക്കൾ 2 പേരും പോയ വഴിക്കാണ്. അവരവരുടേതായിട്ടുള്ള രീതിയിലേക്ക് ഈ വയസ്സാണ് നടക്കും. നമുക്ക് ഒരു ഗതിയില്ലാത്തതുകൊണ്ടങ്ങനെ എന്താ ചെയ്യുക? കിട്ടുന്ന പെൻഷൻ മരുന്നിന് പോയി കഴിഞ്ഞു. ചേട്ടാ കരയല്ലേ ചേട്ടാ? മിനിറ്റ്, ആ ബോർഡ് കണ്ട 1 ഇന്ത്യ 1 പെൻഷൻ. അതായത് 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇന്ത്യയിലെ ഓരോ പൗരനും മാസം 10,000 രൂപ വെച്ച് പെൻഷൻ കിട്ടുന്ന ഒരു സംവിധാനമാണ്. ആ പൈസ ഇപ്പം നമുക്ക് ശരിയാവും. പിന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങളെ പോലുള്ള ലക്ഷങ്ങൾ ഇപ്പം ഉണ്ട് ചെറുപ്പക്കാർ. ചേട്ടാ സങ്കടപ്പെട്ടല്ലേ? ഒക്കെ ശരിയാക്കാട്ടാ. ശരി മോനെ. ഹലോ മാഡം, ഒരു ഡെലിവറി ഉണ്ടേ. അപ്പം ഞാൻ ഇവിടെ കുരിശുപള്ളിയുടെ അവിടെ ഉണ്ട്. എവിടെയാണ് വീട്, എവിടെയാണ് കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞുതരാം. അപ്പം ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാം. ഓക്കെ, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തോളൂ. ഞങ്ങളിപ്പോൾ ഇവിടെ നാളെ വിടാം. അതെ, കുരിശുപള്ളിയുടെ പാഴ്സൽ വന്നിട്ടുണ്ട്, അത് പോയി എടുക്ക്. ഇല്ല, അവനോട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ. ഞാൻ ആ വഴി തന്നെ പോകുന്നത്. ഹലോ, അതെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരുമോ? ആൾ വരാൻ ലേറ്റ് ആവും. ഇവിടെ അടുത്താണ് ചേച്ചി വീട്. എവിടെയായിട്ടാണ് കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞോ? ഞാൻ കൊണ്ടുവന്ന് തരാം. കുരിശുപള്ളിയുടെ അവിടെ നിന്ന് 7ാമത്തെ വീട്. ശരി ശരി. ചേച്ചി ഇവിടെ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ? അതെ, സോറി. ചേച്ചി 2-3 വീട് കയറി ഇറങ്ങി ഞാൻ.
ഒന്നില്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും പുറത്തിറക്കി നിർത്ത്. പുറത്തിറങ്ങി നിൽക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ വീട്ടിലില്ല. വീട്ടിലുള്ളവരൊക്കെ പ്രായമുള്ളവരാ. അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഏതെങ്കിലും നമ്പർ താ. അതൊന്നും തരാൻ പറ്റില്ല. ചേച്ചി വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തിറങ്ങിക്കാൻ പറ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത ഡെലിവറിക്ക് വേണ്ടി പോകും. കുറെ നേരമായി ഇതിനു വേണ്ടി നടക്കണേ. നിങ്ങൾ വീട്ടിൽ വന്ന് അവിടെ ആളുണ്ടാവും, അല്ലെങ്കിൽ പോയിക്കോ. നീ ഇപ്പൊ എവിടെയാ? അവനോട് കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ പറ. അവനാര് ജില്ലാ കളക്ടറോ ഇത്ര തിരക്ക്? അവനോട് വെയിറ്റ് ചെയ്യാൻ പറ, അല്ലെങ്കിൽ അവനോട് ഇട്ടിട്ട് പോകാൻ പറ അവൻ്റെ അടുത്ത്. അപ്പൊ നീയാണോ വലിയ തിരക്കുള്ള ഡെലിവറിക്കാരല്ലേ? തിരക്കല്ല ചേട്ടാ, ചേട്ടന്റെ വീട്ടിലെ ഒരു ഡെലിവറിക്ക് വേണ്ടി ഞാൻ 1/4 മണിക്കൂറെ നടക്കണേ. ചേട്ടന്റെ സിസ്റ്റർ 5ാമത്തെ 7ാമത്തെ വീടാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ എല്ലാ വീട്ടിലും കയറി. പിന്നെ അവസാനം ഇവിടെ ഒരു അമ്മാമ്മ നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ കയറിയത്. അതൊന്നും മനസ്സിലാക്കി. എനിക്ക് ശരിക്കും ലാൻഡ് മാർക്കിൽ കൊണ്ടുവന്നു എന്റെ ഇതുള്ളൂ. ഞാനായതുകൊണ്ട് ഇവിടെ വരെ കൊണ്ടുവന്നു തന്നതാണ്. ഇതൊക്കെ തന്നെയല്ലടാ നിന്റെ പണി. ഇതൊക്കെ തന്നെയാണ് എന്റെ പണി. പക്ഷെ ഞാൻ എന്നിട്ട് പറയാട്ടാ, എനിക്ക് ഇവിടെ മാത്രമല്ല ഡെലിവറി ഉള്ളത്, വേറെയും ഡെലിവറികളുണ്ട്. അതൊന്നും ചേട്ടൻ മനസ്സിലാക്കാതെ. ഈ സാധനം ഇവിടെ തന്നിട്ട് പോവാന്നുള്ളതാ നിന്റെ പണി. നീ അതിന്റെ പണി തീർത്ത് പോവാൻ നോക്ക്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറ. കാര്യങ്ങൾ വേറെ ഒന്നുമില്ല. ഒരു ഫോട്ടോ എടുക്കണം, ഒരു സിഗ്നേച്ചറും വേണം, അത്രേ ഉള്ളൂ. എന്റെ ഫോട്ടോയും സിഗ്നേച്ചറും കൂടിയൊക്കെ നിനക്ക് എന്താ വല്ല സ്കൂളിൽ അഡ്മിഷൻ മേടിച്ചു തരാനോ? എനിക്ക് ഇത് പ്രൊസീജിയറാണ് കേട്ടോ. ചേട്ടൻ ഫോട്ടോ കൂടി വന്നിട്ടോ. അതങ്ങനെ വെച്ചിട്ട് പോവാൻ നോക്കണം. എന്തെന്ന് എൻ്റെ ഉദ്ദേശം? നിന്നെ കുറിച്ച് കംപ്ലൈന്റ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ പ്രവർത്തനമൊക്കെയായിട്ട് നീ മുന്നോട്ട് വരണം. പക്ഷെ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ റൂൾ ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഇതിനെക്കുറിച്ച് മുകളിൽ നിന്ന് കുറേ പ്രഷർ വരുന്നുണ്ട്. ഇല്ലടാ, ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ ഡെലിവറി ഒക്കെ കൊടുക്കണേ. പിന്നെ ഈ OAPയുടെ കാര്യം പറഞ്ഞത് ശരിയാണ്. ഞാൻ കസ്റ്റമേഴ്സിനോടൊക്കെ അതിനെപ്പറ്റി പറയാറുണ്ട്. അല്ല, നീ ഇത് പറഞ്ഞിട്ട് നിനക്ക് എന്താ എത്ര ലാഭം കിട്ടുന്നത്? ലാഭമൊന്നും ഉണ്ടായിട്ടില്ലടാ. ഞാനിപ്പോൾ ഈ ഡെലിവറി ചെയ്യാൻ പോകുമ്പോൾ എത്ര ആൾക്കാരെന്ന് അറിയും പാവപ്പെട്ടവർ വഴിയിലൊക്കെ കാണാൻ. എനിക്ക് എന്നിട്ട് ചെയ്യാൻ പറ്റും? എനിക്ക് വേണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് മേടിച്ചു കൊടുക്കാം. അല്ലാതെ അവരുടെ ജീവിത രീതി മാറ്റാനും നിന്നെ കൊണ്ട് പറ്റില്ലല്ലോ. ഈ 1 India 1 പെൻഷൻ എന്ന് പറഞ്ഞൊരു നടപ്പാവുകയാണെങ്കിൽ ഇപ്പോൾ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും, അപ്പോൾ എൻ്റെ അമ്മയായിക്കോട്ടെ നിൻ്റെ അമ്മയായിക്കോട്ടെ എല്ലാ പാവപ്പെട്ടവരും 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അതൊരു തണലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ 1 India 1 പെൻഷൻ എന്നുള്ളത് നടക്കാനേ വേണം. നീ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പദ്ധതി നടപ്പാക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ വർക്ക് ചെയ്യണ സമയത്ത് നമ്മൾ കംപ്ലൈൻ്റ് ഒന്നും വരാത്ത രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യണം. നീ എനിക്ക് ആ ലിങ്ക് ഒന്ന് അയച്ചിട്ടേക്ക്. ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം നീ ജോയിൻ ചെയ്യരുത്. നീ നിൻ്റെ മനസാക്ഷിയോടും കൂടി ഒന്ന് ചോദിക്കുക, അത് ശരിയാണോ തെറ്റാണോ എന്ന്. അങ്ങനെ യുക്തിപൂർവ്വമായിട്ടൊന്ന് ചിന്തിക്കുക. എന്നിട്ട് ജോയിൻ ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കുക. എന്നിട്ട് നീ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ മാത്രമല്ല ഇത് പറയണേ. ഇതിപ്പോൾ കേരളത്തിൽ നിരവധി ആൾക്കാർ ഈ 1 India 1 പെൻഷൻ നടപ്പാക്കണമെന്ന് വെച്ച് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നവരുണ്ട്. എന്തായാലും അങ്ങനെ പോയാല് അയാൾ വെറുതെ മോട്ടയാണ്. രഞ്ജിത്തോടെ കുടിക്കാണ്. ഇതിനുള്ളിൽ കഴിഞ്ഞാൽ നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ? വീട്ടില് മര്യാദയ്ക്ക് കുത്തിയിരുന്നാ പോലെ. അല്ല, രഞ്ജിത്തിപ്പോ നമ്മുടെ മടിയായിട്ട് പിടിച്ചത് ചെക്കണമെന്നല്ല. വീട്ടിലെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നാട്ടിലെ കാര്യങ്ങൾ ഇടയ്ക്കൊന്നും ശ്രദ്ധിക്കണ്ടേ? പറയണേ അത് കേറിപ്പോയേ. ചേട്ടാ എന്തായി? അല്ല, ഞാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ എത്രത്തോളം അറിയാൻ. ആള് ശരിയാവില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് നേരിട്ട് പോയി കാണാം. നമ്മുടെ പിള്ളേരൊക്കെ എവിടെ ഇല്ലേ? എവിടെ അമ്മ വിളിക്കണം. അപ്പൊ ഒന്ന് പോയി കണ്ടിട്ട് വരാം. എന്നാ ശരി. അപ്പൊ നമ്മളീ പറഞ്ഞ മാതിരിക്കാണ് കാര്യങ്ങള്. അല്ലാതെ പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് ഇതിൽ പറയാനൊന്നുമില്ല. അല്ല സാറേ, സാറൊന്നും കഴിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ സാറല്ലേ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഒരു തീരുമാനമായില്ല. എന്താ സാറേ നമ്മൾ പറഞ്ഞ കാര്യം? നീ ഇപ്പൊ വിളിച്ചപ്പോ വന്നത് അതിനു വേണ്ടിയിട്ടാണ്. എന്റെ പൊന്ന് ഡേവിഡ് സാറേ, നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. നിങ്ങൾ ഈ നാടിന്റെ ഭംഗിയും തണുപ്പും കാടൊക്കെ ഒന്ന് കാണ്. അല്ലെ നമുക്ക് വല്ല റോഡിലും പോയിരുന്ന കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നില്ലേ? കഴിക്കണ്ട. പാട്ടും കൂടി എടുക്കടാ. സാധനങ്ങളുണ്ട്. ഒരിക്കടാ ഡേവിഡ് സാറിന്റെ ഒരു ചെറുത്. ഇവിടെ സിബിത്തിനും പിള്ളേരും ഇറക്കിയ സാധനാ. സ്ട്രോങ്ങാ. ഈ പെട്ടി ഒന്നുകൂടി പിടിപ്പിക്കണ. ഒരുപാടായിട്ടെന്ന്
നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് നിന്റെ ഒരാളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. നീ ഫുൾ ടൈം തള്ളക്കോഴിയുടെ പുറകെ കോഴിക്കുഞ്ഞുങ്ങൾ നടക്കുന്ന പോലെ എന്റെ പുറകെ വരുന്നത്. എന്നെ ആൾക്കാർ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് മൊത്തം ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കണ കാര്യങ്ങൾ കാണുന്നുണ്ട്, അത് വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ നോക്കി കൊടുക്കണമുണ്ട്. പിന്നെ ഞാൻ നേതാവ് കളിക്കാനൊന്നല്ല അവിടെ കയറി ഇറങ്ങിയ. ആ വിഷയം എങ്ങനെയെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കണം, അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ആവശ്യം കേട്ടാ. പിന്നെ ഇത് പാർട്ടി ലെവലിൽ താൻ നടത്തി തരില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. ഓ, അപ്പൊ നിനക്ക് അറിയാം കാര്യം നടക്കില്ലെന്ന്. പിന്നെ നീ എന്തിനാ ഈ വാലാട്ടികളെ കൊണ്ട് എന്റെ പുറകെ ഷോ കാണിക്കാൻ വരുന്നത്? താൻ ഇന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളുണ്ടല്ലോ, അത് ഒരൊറ്റ രാത്രി കൊണ്ടല്ല തനിക്കുണ്ടായേ. താനിപ്പോ എന്നെ വിശേഷിപ്പിച്ചില്ലേ വാലാട്ടികളെന്ന്? അവരുടെ കഠിനാധ്വാനം, പിന്നെ അവര് മാത്രം ഉണ്ടായുള്ളൂ തനിക്ക് പോസ്റ്റർ ഒട്ടിക്കാനും കൊടി പിടിക്കാനും. പിന്നെ കുറെ പാവ കർഷകരുടെ അധ്വാനം, അതാണ് തന്നെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചേക്കണേ. ആളറിഞ്ഞിട്ട് തന്നെയാണ് കളിക്കണേ. പിന്നെ തന്നോട് പണ്ടുള്ള ഏതൊരു വ്യവസ്ഥയും തരണം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഓരോ പാർട്ടി ഉണ്ടായേ. ആ കാര്യം താൻ മറക്കണ്ട. പിന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് അത് ഞങ്ങൾ കാണിച്ചുതരാം കേട്ടാ. പോവാൻ പറ സാറേ അവന്മാരോട്. ചളി, അവനാള് നിസ്സാരക്കാരനല്ല. ഓടി വന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നില്ല, എന്ത് പറ്റി? വേണ്ടായാ? ചേട്ടൊന്നും പറയണ്ട, നമ്മുടെ നേതാവിനൊന്ന് കാണാൻ പോയതാ. നാളെ വാട്സപ്പിൽ ഒരു ലിങ്ക് അയച്ചെന്നില്ലേ ജോയിൻ ചെയ്യണത്, അതിനെപ്പറ്റി ഒന്ന് പറയാൻ പോയതാ, ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട്. അത് നടപടിയാവില്ല. 30 വയസ്സ് കഴിഞ്ഞവർക്ക് 10,000 രൂപ പെൻഷൻ കിട്ടാന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതൊക്കെ നടപ്പിലാവോ? നടക്കായിക്കൊന്നുമില്ല ചേട്ടാ. ഇപ്പൊ ഈ 1300 പറയുന്നത് കുറച്ച് തുകയും കൂടി കൂട്ടി ആ പറഞ്ഞ തുകയിലേക്ക് എത്തിച്ച അത് അവർക്ക് കൊടുക്കണെങ്കിൽ ആ തുക നമ്മുടെ ഈ വിപണിയിലേക്ക് തന്നെയാണ് ഇറങ്ങുക. അപ്പൊ അതിൽ നിന്നുള്ള ടാക്സ് കൊണ്ട് തന്നെ ഗവൺമെന്റ് തിരിച്ചു പിടിക്കാം. പിന്നെ നമ്മുടെ രൂപയുടെ മൂല്യം കൂടും ചെയ്യും. അതെ, അപ്പൊ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണ്. അപ്പൊ അവരെ സർക്കാരിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ഈ സംഭവം നടപ്പിലാക്കാൻ ഇറങ്ങുമ്പോൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ആളുകൾ, ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെ എല്ലാ കാര്യത്തിലും മുന്നോട്ട് നിൽക്കും. എല്ലാ അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെയും അവരുടെ പ്രവൃത്തികളെയും വെറുക്കുന്നൊരു മനസ്സിൽ ജനങ്ങൾക്കുണ്ട്. അപ്പൊ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിനെ കൂട്ടിപ്പിടിച്ച് നമ്മള് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രസ്ഥാനം വൃത്തിയാണ് പ്രസ്ഥാനമായി പോകും. നമ്മുടെ ലക്ഷ്യപ്രവർത്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഒരേ പെൻഷൻ 10,000 രൂപ. നമ്മുടെ വീട്ടിലുള്ള പ്രായ മാതാപിതാക്കൾക്ക് 10,000 രൂപ പെൻഷൻ കിട്ടാന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമില്ല, അത് നല്ല കാര്യമല്ലേ? അപ്പൊ രാഷ്ട്രീയത്തിന് മാറി രാഷ്ട്രീയത്തിന് കൂട്ടുപിടിക്കാൻ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ നിൽക്കണം. അതെല്ലാം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരു ലക്ഷ്യം. സർക്കാർ ഉദ്യോഗസ്ഥരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ നിപ്പ പ്രളയമുള്ള സന്ദർഭങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥര് സമയം നോക്കാണ്ട് ജോലി ചെയ്തു, ഓവർ ടൈം ചെയ്തു, രാപ്പകലില്ലാണ്ട് ജോലി ചെയ്തെന്നൊക്കെയാണ് അവർ പറയണത്. ഓക്കെ, ശരിയായിരിക്കാം. പക്ഷെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ പ്രളയം നടന്ന സമയത്ത് നമ്മുടെ കടലിന്റെ മക്കള് അവര് സമയം നോക്കി ജോലി ചെയ്തെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരുടെ വീട്ടുകാരുടെ ഫങ്ഷൻസിനൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ പ്രവാസികൾ അവിടെ പോയി കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു മരണം ഉണ്ടായാൽ തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അതും വരുന്നുണ്ട്, വിരലിലെണ്ണാവുന്നവര്. അപ്പൊ അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയിട്ട് ഇവിടെ ആരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ശരിയാണ്, നിങ്ങൾ പറയാനതൊക്കെ ശരിയാണ്. ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന സംവിധാനം ഈ ഒരു പെൻഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം നടപ്പിലാക്കുന്ന ഒരു കാര്യമാണോ? അത് തുടർന്നും ഇപ്പൊ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഉണ്ടായ പോലെ നമ്മുടെ നാട്ടിലും സംഘടിച്ചു വന്നിട്ട് ഈ അക്രമവും അനീതിയും അഴിമതിയൊക്കെ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണത്തില് അല്ലെങ്കിൽ ഇതിന്റെ സ്വാധീനിക്കുന്ന രീതിയിൽ ഒരു ശക്തമായ സംഘടനയായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ വേണ്ടത്. അത് പിന്നെ അതിനേക്കാളും മുമ്പ് നമ്മുടെ ഈ പ്രസ്ഥാനം ഒന്ന് ജനകീയമാക്കണം. അപ്പൊ രവിചേട്ടൻ പറഞ്ഞില്ലേ ഡൽഹിയില് ആദ്മി പാർട്ടി രൂപീകരിച്ചെന്ന്, അവർക്കൊരു സ്ലോഗൻ ഉണ്ടായിരുന്നു ലോക്പാൽ ബില്ല് അവതരിപ്പിക്കാന്നുള്ളത്. അപ്പൊ അതുപോലെ നമ്മുടെ സ്ലോഗത്തിന് മുറുകെ പിടിക്കണം. എന്നാലാണ് അത് നമ്മുടെ ഈ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു കാര്യം നോക്കി, ഒരു കുഞ്ഞ് ആദ്യമായിട്ട് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ഏറ്റവും ഫസ്റ്റുള്ള ഭക്ഷണം മുലപ്പാലാണ്. പിന്നീടാണ് നമ്മുടെ മറ്റുള്ള ആഹാരവസ്തുക്കൾ അതിന് കൊടുത്തു തുടങ്ങാം. പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഒരു പ്രസ്ഥാനത്തിനൊരു കോർ കമ്മിറ്റിക്ക് ഉണ്ടാവും. അപ്പൊ ആ കമ്മിറ്റിക്ക് പല നേതൃത്വം വരും. അപ്പൊ അതിലുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ഈ പ്രസ്ഥാനത്തിനെ നയിക്കുക. എല്ലാവരും വേണ്ടത്, അതാണല്ലോ അതിന്റെ ഒരു ശരി.
നിങ്ങൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കുറച്ച് ഇച്ഛാശക്തിയുള്ള യുവതികളെയും യുവാക്കളെയും തരുമോ ഞാൻ ഈ ലോകം കീഴ്മേൽ മറിച്ച് കാണിച്ചു തരാമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഊർജ്ജസ്വലതയും നാടിനോടുള്ള ഈ പ്രതിബദ്ധതയും ഇതെല്ലാം കാണുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ ഒരു ധൈര്യമാണ്, സന്തോഷമാണ്. അത് നിങ്ങളുടെ ഈ പ്രവർത്തനം കൊണ്ട് അത് തീർച്ചയായിട്ടും നടപ്പിലാക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ കുറച്ച് വിശ്വാസമുണ്ട്. ചേട്ടൻ പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് എല്ലാവർക്കും ഒരു സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ട്, അതായത് ജാതി മത രാഷ്ട്രീയ ഭേദം തന്നെ, അപ്പൊ അതിലേക്കുള്ള ഒരു വിപ്ലവകരമായൊരു മാറ്റത്തിന്റെ ഒരു മുന്നൊരുക്കാണിത്. എവിടെടാ? അതെ, ഞാൻ ഒരു ഗ്രൂപ്പിൻ്റെ ഇൻവൈറ്റ് ലിങ്ക് അയച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് കയറി ആഡ് ആവുക കേട്ടോ. പിന്നെ അത് ഫ്രണ്ട്സിനൊക്കെ ഫോർവേഡ് ചെയ്യുക, എന്നിട്ട് അവരോട് ആഡ് ആവാൻ പറഞ്ഞോളൂ. ശരിയാണ് ചേട്ടാ. അതെ, ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഒരു 10,000 രൂപ വെച്ച് പെൻഷൻ കിട്ടുന്ന ഒരു സംവിധാനം നമ്മുടെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇൻ്റർനെറ്റിലൊക്കെ കൂടുതലായിട്ട് വരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ അതിന് വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അതിലേക്കൊരു ലിങ്ക് അയച്ചായിരുന്നു. അപ്പോൾ ചേട്ടൻ അതിൽ ജോയിൻ ചെയ്യും. അപ്പോൾ ഇത് ഇവിടുത്തെ ബന്ധുക്കാർക്കും കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. ഹലോ, ആടാ, നീ അതെന്തത് ഞാൻ തന്ന ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയ? അത് ലെഫ്റ്റ് ആവല്ലേ? അത് നമുക്ക് എല്ലാവർക്കും ഗുണമുള്ള കാര്യമല്ലേ? നമ്മുടെ പാരൻസിനായാലും എല്ലാവർക്കും ആയാലും ഒരു 10,000 രൂപ വെച്ചും മാസം പെൻഷൻ കിട്ടുന്ന ഒരു സെറ്റപ്പാണത്. ലെഫ്റ്റ് ആവല്ലേ കേട്ടോ. ഒരു കാര്യം ചെയ്യും, ഞാനത് വീണ്ടും അയച്ചു തരാം. നീ അത് ഒന്നുകൂടി ആഡാവും കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്ക്. ശരി എന്നാൽ. അതെ, അതെ, ഞാനൊരു ഇൻവൈറ്റ് ലിങ്ക് ഇടുന്നായിരുന്നു. എന്താ ആഡ് വാട്സപ്പിൽ നോക്കിയാ? അപ്പൊ നോക്കിയില്ലേ? അതെ, അതൊന്ന് ജസ്റ്റ് അതിൽ ജോയിൻ ചെയ്യും. അത് 60 വയസ്സ് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഒരു 10,000 രൂപ വെച്ച് കിട്ടുന്ന ഒരു സെറ്റപ്പാണ്. ഞാൻ ജോയിൻ ചെയ്യും. നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മൾക്ക് വേണ്ട. ഇപ്പൊ നീ 60 വയസ്സാകുമ്പോ നിനക്കും കിട്ടിയ എന്താ ഇങ്ങനെ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്ക്. സെറ്റാക്ക്. ഓക്കെ, തന്നെ വേണം. കുറച്ചുകൂടി മാറ്റി പിടിച്ചോളാം. പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ, അടുത്ത ജംഗ്ഷനിൽ പോകണം. ഏകീകരണം വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് കൊടുക്കുന്ന പെൻഷൻ കൊണ്ട് 6 ആൾക്ക് കൊടുക്കാൻ പറ്റും. 60,000 പെൻഷൻ മേടിച്ച ആളുകൾ ചെയ്യുന്ന കൂടുതൽ ഭാരമുള്ള ജോലി നമ്മൾ ചെയ്യേണ്ടത്. ഈ 1000 രൂപ മേടിക്കുന്നവർ ചെയ്യുന്ന പണി, ഈ കച്ചവടം, വണ്ടി ഓടിക്കല്, ഒരുപാട് സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ. 1981 മുതൽ 45 രൂപയിൽ നിന്ന് വെറും 45 രൂപയിൽ നിന്ന് 1400 വരെയാണ് സാധാരണക്കാരുടെ പെൻഷൻ വർദ്ധിപ്പിച്ചത്. പക്ഷെ അതേസമയം 22 വർഷം കൊണ്ട് 26 തവണയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ പെൻഷൻ വർദ്ധിപ്പിച്ചത്. അതിനകത്ത് തുല്യനീതിയാണ്. നമ്മൾ ദൈവനാമത്തിലും പ്രതിജ്ഞയ്ക്കും ചെയ്ത് അധികാരത്തിൽ കയറുന്നവര് അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അതായത് 1 രൂപ കക്കാതെ കളയാതെ ഗജറാഗ് ദൂർത്തടിക്കാതെ ഇവിടെ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു 10,000 അല്ല 20,000 വെച്ച് 60 കഴിഞ്ഞവർക്ക് കൊടുക്കാൻ ഇവിടെ ഫണ്ട് ഉണ്ടാവും. വൺ ഇന്ത്യ വൺ പെൻഷൻ പദ്ധതി അത് വിജയിപ്പിക്കണം, അത് അത്യാവശ്യമാണ്. ഞങ്ങൾ വ്യാപാരികൾ ഗവൺമെൻറ് ടാക്സ് അടച്ച് വരുമാനം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രമുഖരാണ്. ഞങ്ങൾ ചിലർ മാത്രം വലിയ മുതലാളിമാരുടെ സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്നാൽ ഞങ്ങൾ കൂടുതൽ ആളുകളും വരുമാനമില്ലാത്തവരും ജീവിക്കാൻ വശമില്ലാതെ ആത്മഹത്യയുടെ വട്ടിൽ നിൽക്കുന്നവരുമാണ്. അതുകൊണ്ട് ഈ പദ്ധതി, ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ പദ്ധതി വിജയിപ്പിക്കണം, അത് അത്യാവശ്യമാണ്. 1500 വാങ്ങുന്ന സാധാരണക്കാരനായ പാവപ്പെട്ട മനുഷ്യർക്ക് ഈ 10,000 രൂപയുള്ള പെൻഷൻ കിട്ടുകയാണെങ്കിൽ പെട്ടെന്നുള്ള ഈ ആകസ്മികമായിട്ടുള്ള മഴക്കെടുതി, അങ്ങനെയുള്ള പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവ് വന്നു കഴിഞ്ഞാൽ അത് വഹിക്കാൻ സാധാരണക്കാരന് ഇതുപോലുള്ള എമൗണ്ട് ഉപകരിക്കും. സാറേ, ഈ 1400 കൊണ്ട് എങ്ങനെ ജീവിക്കും ഒരു മാസം? എനിക്കിനി പപ്പടത്തിൻ്റെ പരിപാടിയാണ്. ഞാൻ ഉപയോഗിച്ച വീണ് എനിക്ക് തണ്ടലും സുഖമില്ലാതിരിക്കുന്ന ഒരാളാണ്. ആസ്വദിക്കാത്തതാണ് എപ്പോഴും. ഇപ്പം മരുന്ന് എൻ്റെ പോക്കറ്റിലുണ്ട്.
പക്ഷെ മരുന്ന് വാങ്ങിച്ചിട്ട് അടക്കാണ്. അപ്പോൾ എങ്ങനെ ജീവിക്കും? പക്ഷെ തങ്കിപ്പാ പറഞ്ഞത് ശരി തന്നെയാണ്. നമ്മളെല്ലാവരും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. 60 കഴിഞ്ഞ എല്ലാവർക്കും ഒരു 10,000 രൂപ പെൻഷൻ വേണം. അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ ആശുപത്രി കേസിന്റെ മരുന്നിന്റെ ചീട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കുടുംബം മെയിൻറ്റെയിൻ ചെയ്യാൻ, ജീവിതം മെയിൻറ്റെയിൻ ചെയ്യാൻ, ചികിത്സ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്കും കുറഞ്ഞൊരു 10,000 രൂപ പെൻഷൻ വേണം. അതിനുവേണ്ടി പ്രവർത്തിച്ചു വരുന്നത്. ഒട്ടും ഭയപ്പെടണ്ട. ഈ മരുന്നിന് പോലും 1,000 രൂപ പ്രതിമാസം വരുന്നുണ്ട്. എങ്ങനെ ഈ 1,000 രൂപ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് ജീവിക്കാൻ പറ്റും? ഏതെങ്കിലും ഒന്ന് പെൻഷൻ കൂട്ടി കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം. സാർ, ഞാൻ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്, രാഷ്ട്രീയ തൊഴിലാളിയാണ്. നമ്മൾക്ക് മാസം ഇപ്പോൾ 1,400 രൂപ കിട്ടുന്നുള്ളൂ. നമ്മൾക്ക് പ്രായമായി തീരുമ്പോൾ 1,400 രൂപ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം കഴിഞ്ഞു പോലെ. അപ്പോൾ നമ്മൾ പ്രായമായ ഒരു പെൻഷൻ ഒരു 10,000 രൂപ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള കുടുംബങ്ങൾ രക്ഷപ്പെടും. കാരണം ഇപ്പോൾ സർക്കാർ ജോലിക്കാർക്ക് നല്ലൊരു പെൻഷൻ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 6 മാസം വെയിൽ, 6 മാസം മഴ നനഞ്ഞ് നമുക്കാകെ ഒന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അന്നാന്ന് കിട്ടി അന്നാന്ന് കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബങ്ങളാണ് ഈ സാധാരണ കുടുംബം. ഞങ്ങൾ തൊഴിലാളികൾ. ഞങ്ങൾക്ക് വേറെ ഒരു വരുമാനം, ഒരു ആശുപത്രി കേസ് വന്നാൽ വേറെ വരുമാനങ്ങളില്ല. ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. അതിന് സാറ് എന്താ വേണ്ടെന്ന് വെച്ചാൽ നടപടികൾ ചെയ്തു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. നമുക്ക് അധികാരികളുടെ കണ്ണു തുറപ്പിക്കണം. അസംഘടിതരായ നിങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 1 India 1 പെൻഷൻ നിൽക്കുന്നത്. ഈ പ്രസ്ഥാനത്തെ നെഞ്ചിലേക്ക് നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല. അധികം അങ്ങ് പോകാതെ തന്നെ അധികാരികൾ കണ്ണു തുറന്നില്ല എങ്കിൽ നിയമം നമുക്ക് അനുകൂലമാക്കി മാറ്റുന്ന രീതിയിൽ നിയമനിർമ്മാണം നടത്തുവാൻ തക്ക ഒരു ഭൂരിപക്ഷത്തിലേക്ക് നാം എത്തും. സംഘടിച്ച് നമുക്ക് ശക്തീകരിക്കണം. സാറിനെ പോലെയുള്ള ആളൊക്കെ നമ്മുടെ കൂടെയുള്ളത് നമുക്ക് വളരെ ഗുണമൊക്കെ ഉന്മേഷമൊക്കെ തരുന്ന ഒരു ഇതാണ് കേട്ടോ. അത് പറയാൻ മറന്നുപോയി. കാരണം ആള് പെൻഷനായി, എന്നിട്ടും ആളുടെ പെൻഷൻ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കൂടെ വരുന്നത്. ആളെ പോലുള്ളവർക്ക് നമുക്കൊരു ഉത്തേജകമൊക്കെ തരുന്ന ഒരു വ്യക്തിയാണ്. സാറേ, നമ്മുടെ ഈ 1 India 1 പെൻഷനെ കുറിച്ച് മറ്റേ പത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റേ മീഡിയാസിലൊന്നും വാർത്തകളൊന്നുമില്ല. അത് വാട്സാപ്പ് ഗ്രൂപ്പിൽ മാത്രമേ വരണുള്ളൂ. അപ്പോൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഇല്ലാത്തവരോ ഈ സാധാ ഫോൺ ഉപയോഗിക്കുന്നവരൊക്കെ എങ്ങനെയാണ് നമ്മളായിട്ട് എങ്ങനെ സഹകരിക്കണം? സുഹൃത്ത്, താങ്കൾ ചോദിച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യമുള്ള കാര്യങ്ങളാണ്. ഈ 1 India 1 പെൻഷൻ എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു പത്രമോ മറ്റു മീഡിയങ്ങളോ ഒന്നും തന്നെ ഒരു ന്യൂസും കൊടുക്കുകയില്ല. ഇതിനെ മുളയിൽ നുള്ളാൻ അവരിവിടുത്തെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളോട് കൂടെയാണ്, സർവീസ് സംഘടനകളോട് കൂടിയാണ്. അവർക്കൊരിക്കലും ഈ പ്രസ്ഥാനം വളരാൻ താല്പര്യമില്ല. പിന്നെ കഴിഞ്ഞ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ സംഘടന അംഗങ്ങൾ കേരളമുടനീളം രാജ്യത്തൊട്ടാകെ എല്ലാ ന്യൂസ് പേപ്പറുകളും ബൈക്കോട്ട് ചെയ്തു. അതിനുശേഷം അല്ലറ ചില്ലറ പത്രങ്ങളിൽ ചെറിയ ചെറിയ ന്യൂസുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അധികമായിട്ട് വരുന്നത് മഞ്ഞപ്പത്രങ്ങളിൽ ഈ പ്രസ്ഥാനത്തിനെതിരെയുള്ള ന്യൂസുകളാണ്. മറ്റൊരു ചോദ്യം, ഈ വാട്സപ്പ് പ്രചരണം കൊണ്ട് എല്ലാവരുടെ അരികിലേക്ക് ഇതിൻ്റെ ഈ മുദ്രാവാക്യം എത്തിക്കുവാൻ കഴിയുമോ? ഇതിൻ്റെ പ്രവർത്തനങ്ങളെ അവരുമായി സഹകരിപ്പിക്കാൻ കഴിയുമോ? വാട്സപ്പ് ഒരു തുടക്കം മാത്രമാണ്. തുടർന്ന് അങ്ങോട്ട് ഞങ്ങൾ വീടുകളിൽ കയറി, വീടുകൾ തോറും കയറി ഇറങ്ങി ഗ്രൂപ്പുകളായിട്ട് ആശയപ്രചരണം നടത്തി വരിക. നോട്ടീസും മറ്റ് പ്രചരണപരമായിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സോടും കൂടിയാണ് ഭവനങ്ങളിൽ പോയി ഞങ്ങൾ സന്ദർശിച്ച് അവിടെ കാര്യങ്ങൾ വിവരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നത്. എല്ലാ ഭവനത്തിലുള്ള അംഗങ്ങളും ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളും. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളുള്ളത്. അത് തീർച്ചയായിട്ടും ജനഹൃദയങ്ങളിൽ ഏറെ പ്രവർത്തിക്കുവാൻ ഇടവരുത്തും എന്ന് വിശ്വസിക്കുകയാണ്. എന്ന് പറയുന്നത് ശരിയല്ല. ഈ സർക്കാർ ജീവനക്കാർ മാത്രം ക്വാളിഫൈഡ് എന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെയുള്ള അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളൊക്കെയും വിദ്യാസമ്പന്നരാണ്. അവർ ബിടെക്കുകാരുണ്ട്, MSWക്കാരുണ്ട്, MBAക്കാരുണ്ട്, 10ാം ക്ലാസ്സുകാരുണ്ട്. ഇവരാരും വിദ്യാസമ്പന്നരല്ലേ? ഞങ്ങൾ പറയുന്നത് അവർക്കും വാർദ്ധക്യത്തിൽ ജീവിക്കാൻ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യുന്നതിന് അവർക്ക് കൊടുക്കണം പെൻഷൻ. അതിലെന്താ തെറ്റ്? ഈ സർക്കാർ ജോലിക്കാർക്ക് ഞങ്ങൾ എതിരല്ല. അവർക്ക് വാരിക്കോരി കൊടുക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ, 50,000, 60,000, 70,000 ഒക്കെ ആയിട്ട്. അതിനാണ് ഞങ്ങളെതിര്. ഒരു 20 കൊടുത്തോട്ടെ, 25 കൊടുത്തോട്ടെ. ജീവിക്കാൻ ആവശ്യമായ പണത്തിനെയാണ് പെൻഷൻ എന്ന് പറയുന്നത്. അതിൽ മേലെ കൊടുക്കുന്നത് പോട്ടെ. ഈ സർക്കാർ ജോലിക്കാരെ എന്ന് പറയുന്നവർ എലിജിബിളായിട്ട് മെറിറ്റ് അടിസ്ഥാനത്തിൽ കയറിയത് എത്ര %? ടെസ്റ്റ് എഴുതി മൂക്കിൽ പല്ല് വന്നിട്ട് പിന്നെ ഒരു ചെറിയ ശതമാനമാണ് മെറിറ്റ് അടിസ്ഥാനത്തിൽ കയറിയിട്ടുള്ളത്. ആശ്രിത നിയമനം, ബന്ധു നിയമനം, പിൻവാതിൽ നിയമനം, അവരുടെ കൊടിയും ബോക്സ് പിടിച്ചവർക്ക് നിയമനം, ഇതൊക്കെ കഴിഞ്ഞാൽ എത്ര പേരാണ് മെറിറ്റിൽ വന്നത്?
അതിനെ ഞങ്ങൾക്കെതിരെ. സാർ, ഈ കോൺട്രിബ്യൂട്ടറി പെൻഷനാണല്ലോ സർക്കാർ ജോലിക്കാരൻ്റെത്, പിന്നെ എന്ത് പെൻഷനാണ് നമ്മളെ തീർക്കണേ? കോൺട്രിബ്യൂട്ടറി പെൻഷൻ നിലവിൽ വന്നത് 2014 ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുമ്പോഴാണ്. അവർക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷൻ ലഭിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പിന്നെ ഒരു 40 വർഷം കഴിഞ്ഞിട്ടാണ്. 2060 കഴിയുമ്പോഴാണ് അത് ഇഫക്റ്റിൽ വരുന്നത്. നാം ഇപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിലുള്ള പെൻഷൻ സംവിധാനത്തെയാണ്. ഇപ്പൊ വാരിക്കോരി 50, 60, 70 കൊടുക്കുന്നുണ്ടല്ലോ, അതിനെതിരെയാ. ഓക്കെ, കോൺട്രിബ്യൂട്ടറി പെൻഷൻ ആകട്ടെ, അതിലും ഒരു 10% ഈ പെൻഷന് വേണ്ടി നിൽക്കുന്നവർക്ക് സർക്കാർ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. ആ 10% പെൻഷൻ ഇവിടുത്തെ അസംഘടിതരായിട്ടുള്ള നിങ്ങളെപ്പോലെ മീൻ കച്ചവടം, ഓട്ടോറിക്ഷ, നിർമ്മാണ തൊഴിലാളികൾ അവർക്ക് കൊടുത്താൽ മതിയെന്നാണ് നമ്മളും പറയുന്നത്. അവരെ നാം എതിർക്കുകയല്ല. ഞാൻ ഒരു തൊഴിലാളിയാണ്, ഞാൻ സമ്പന്നനാണ്, എനിക്ക് വേണം പെൻഷൻ. ഇവിടെ കോടതിയും നീതിന്യായ വ്യവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കോടതി വഴി നേടിയെടുത്തത് നേട്ടങ്ങളെല്ലാം. പിന്നെ എന്തിനാ പ്രസ്ഥാനം? ചന്ദ്രന്റെ ചിന്താഗതി ശരിയാണ്. പക്ഷെ ഇവിടുത്തെ പത്രക്കാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോ ഈ പ്രസ്ഥാനത്തെ അനുകൂലിക്കുകയില്ല. ഒരു ജഡ്ജിയുടെ പെൻഷൻ എത്രയെന്നറിയാമോ? അത് വേണ്ടെന്ന് വെക്കുവാൻ ജഡ്ജി സമ്മതിക്കുമോ? ഇല്ല. എങ്ങനെയാ നീതിന്യായ വ്യവസ്ഥ നമുക്ക് അനുകൂലമാകുന്നത്? അപ്പോൾ മാഷെ ഇത് 36 രൂപ. ഇത് ബാക്കി തരാട്ടാ. അപ്പോൾ സാറേ, ഈ OAP-നെ കുറിച്ച് ചില മഞ്ഞപ്പത്രത്തിൽ രാഷ്ട്രീയക്കാരൊക്കെ മോശമായ രീതിയിൽ, വർഗീയമായ രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്നത്, അത് എന്തെങ്കിലും ശരിയുണ്ടോ? അത് ഈ രാഷ്ട്രീയക്കാരും മറ്റു മഞ്ഞപ്പത്രങ്ങളും ഒക്കെ വർഗീയ സംഘടനയായിട്ട് കൂട്ടിക്കെട്ടുന്നതിന് കണ്ടെത്തിയ പുതിയ കണ്ടുപിടുത്തമാണ്. ഇത് കോട്ടയത്ത് 4 പേരായിട്ട് ആരംഭിച്ചു, പിന്നെ 7 പിന്നെ 21 പിന്നെ 70,000 പിന്നെ അത് ഇപ്പോൾ 16 ലക്ഷത്തിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു വർഗീയ സംഘടനയുടെ സൃഷ്ടി എന്ന നിലയിൽ അതിനെ പ്രചരിപ്പിച്ചാൽ ഇതിന് മുളയിൽ നുള്ളാൻ കഴിയും. മതേതരവാദികളുടെ ഇടയിൽ ഇത് പ്രചരിക്കാൻ ഇടവരരുത് എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് അത് മുളയിൽ നുള്ളാൻ വേണ്ടി മഞ്ഞപ്പത്രങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും സംഘടനാ നേതാക്കന്മാരെല്ലാവരും കൂടെ ഇതിനൊരു വേഷം കൊടുത്തിരിക്കുന്ന ഇത് ജനങ്ങളുടെ ബൈ പ്രോഡക്റ്റാണ്. ഇത് ജനങ്ങളുടെ സൃഷ്ടിയാണ്. മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ നോക്കൂ, ഈ 1 ഇന്ത്യ 1 പെൻഷൻ, ഇവിടെ ഒരു ചില പ്രസ്ഥാനങ്ങൾ 1 റാങ്ക്, 1 മിലിറ്ററി, 1 നാഷൻ, 1 റേഷൻ കാർഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്നവരുണ്ട്. അതും ഇതിനോട് ഒന്ന് സാമ്യപ്പെടുത്തിയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇതിനെ ഒന്ന് നാശപ്പെടുത്താൻ, മുളയിലെ ഇല്ലായ്മ ചെയ്യാൻ, അതൊക്കെ ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. നേതാവേ, ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ റദ്ദാക്കണമെന്ന് പറഞ്ഞ് നാടിനേറെ പ്രക്ഷോഭമൊക്കെ നടക്കാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ നമ്മള്? അതെങ്ങനെ ഇല്ലാതിരിക്കും? 10 വർഷം കൊണ്ട് വർദ്ധിപ്പിക്കുന്ന ശമ്പളം 5 വർഷം കൊണ്ട് അത് എത്തിപ്പിച്ചു തരാല്ലേ? നിങ്ങളുടെ എല്ലാവരും സമ്മർദ്ദം കൊണ്ട് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയില്ലേ? സാറേ, കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് പിന്നില് കൈ നിറയെ തന്നിട്ടല്ലേ? ഇതെല്ലാം ഈ സംഘടനയുടെ അംഗങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നതാ. കേട്ടു, എല്ലാം കേട്ടു. നിങ്ങളിപ്പോ കുറ്റം എല്ലാം ഞങ്ങളുടെ തലക്കി കെട്ടിവെക്കുകയാണല്ലേ? നിങ്ങൾ ഇരു കൂട്ടരും കൂടി നിർബന്ധിച്ചിട്ടാണ് ശമ്പള കമ്മീഷൻ കാലാകാലങ്ങളിൽ നിങ്ങൾക്ക് ശമ്പളം കൂട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കുറ്റം എല്ലാം ശമ്പള കമ്മീഷന്റെ പുറത്തേക്ക്. പച്ചക്കരിക്കാതെ ഒരെണ്ണം വെച്ച് കഴിക്കുന്നു. നേതാവേ, നമ്മുടെ പോൾസാറും പിള്ളേരാണല്ലോ വരുന്നത്. അല്ല, അത് നമ്മുടെ DC പ്രസിഡന്റിനെ വഴി തുറന്നു വെച്ച പിള്ളേരല്ലേ വരുന്നത് സാറിന്റെ കൂടെ? അല്ല, ഇത് നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, ഒന്നിച്ചിരുന്ന് ഓണം ആഘോഷിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലേ ഈ പ്രാവശ്യം? ഈ പട്ടിണി പാവങ്ങള് ഒരു നേരത്തെ ഭക്ഷണത്തിന്, വസ്ത്രത്തിന് കഷ്ടപ്പെടുമ്പോ അവരെങ്ങനെ ഓണം ആഘോഷിക്കണം? അരവേർ ഭക്ഷണം കൊണ്ട് എന്നും ഓണം ആഘോഷിക്കുകയല്ലേ ഇവര്? നിങ്ങൾ ആഘോഷിക്കപ്പോ, നിങ്ങൾക്കല്ലേ ആഘോഷിക്കാൻ എന്തൊക്കെ ഉള്ളത്? സാർ എന്തിനാ പോകുന്നത്? സാർ ഇവരുടെ കൂടിയോ? ഇവർക്ക് വേറെ പണിയൊന്നുമില്ല സാറേ? ഈ കുട്ടികള് പലവട്ടമായി നിങ്ങളുടെ DC പ്രസിഡന്റിനെ കാണും. ഇന്നലെ വഴി തെളിഞ്ഞു വെച്ച് അവർ തമ്മിൽ അക്കച്ചിക്കില്ല, വളരെ അടിച്ചും പിടിച്ചു ഇന്നലെ മടക്കി വെച്ചു. അതൊക്കെ ഞാൻ അറിഞ്ഞു. സാർ എന്തിനാ പോകുന്നത്?
ഈ ഓലപ്പിപ്പി കാണിച്ച് പേടിപ്പിക്കാതെ പിള്ളേരോട് പണിക്ക് പോകാൻ പറയും സാറേ. കാര്യം കുട്ടികളാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങളിൽ ചില സത്യങ്ങളുണ്ടല്ലോ, പറയാതെ വയ്യാന്നൊരു സിറ്റുവേഷൻ വന്നാൽ അപ്പോഴാണ് ഞാൻ അവരുടെ കൂടെ വന്നത്. ഈ സ്ഥിതിക്ക് പോയാൽ നിങ്ങളെല്ലാം കൂടെ കേരളം കുട്ടിച്ചോറാക്കുമല്ലോ. നിങ്ങൾ അനേക കാര്യങ്ങൾ കൂടിയിരുന്ന് ഇങ്ങനെ ആഘോഷിച്ച് ചിന്തിക്കുമ്പോൾ കേരളത്തിലെ ധനദൂരത്തിനെ കുറിച്ച് ചിന്തിക്കാത്തതല്ലേ? ഇവിടെ APയിലാരെ മുഴുവൻ BPയിലാക്കുക, വിദ്യാഭ്യാസം അതൊരു കച്ചവടമാക്കുക, പുതിയ പുതിയ ഭരണ പരിഷ്കാരങ്ങൾ അതൊരു കച്ചവടമാക്കുക, വിറ്റ് തുളയ്ക്കുകയല്ലേ? ഗവൺമെന്റ് ഭൂമികളൊക്കെ പകുതി വിലക്ക് വിറ്റ് തുളയ്ക്കുകയല്ലേ? ഇവക്ക് പാവപ്പെട്ടവർ കണ്ടു നിൽക്കുകയല്ലേ? ഇതിന്റെ ഒക്കെ ഒരു അംശമല്ലേ നിങ്ങളിവിടെ ആഘോഷിക്കുന്നത്? ജനമെടുത്തു ഈ പാവപ്പെട്ടവരൊക്കെ ചേർന്ന് ഇത്തരം പ്രവൃത്തികൾക്കെതിരെ സംഘടിതരാകാൻ പോവുകയാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് പറയേണ്ടത്. സാറ് പറയുന്നത് സംഘടിത വിഭാഗത്തിനെതിരെയുള്ള ആരോപണമല്ലേ? ഞങ്ങൾ സംഘടിച്ചാലുണ്ടല്ലോ തീ പോലെ പാറും. ഒന്നും മിണ്ടാതെ കേൾക്കുക. കത്തിക്കണം വിചാരമുള്ളൂ. തലയിരിക്കുമ്പോ വാലാവണ്ട കേട്ടോ. വാല് മാത്രല്ല സാറേ, ആണും പെണ്ണും എല്ലാവരും ഞങ്ങൾ സംഘടിക്കും. ഒരു MLAക്ക് 1,90,00,000 രൂപയാണ് ഇവിടെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ആയിട്ട് ഗവൺമെന്റ് കൊടുക്കണേ. അപ്പൊ അത് ഏകദേശം ഒരു 16 ലക്ഷം രൂപ ഒരു മാസം വരും. ഇതൊക്കെ ഒരു ദൂരത്തല്ലേ മോനെ? ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഇതൊക്കെയല്ലേ? MLA മന്ത്രിയൊന്നും പണിയല്ലേ എടുക്കുന്നത്? അതിനിവിടെ ഒരു മന്ത്രി 5 വർഷം ഭരിച്ചു കഴിയുമ്പോഴേക്കും ഏകദേശം 20% സ്റ്റാഫിനാണ് പെൻഷൻ ഇറക്കുന്നവരാക്കുന്നത്. ഓരോ 2 വർഷം കൂടുമ്പോഴും സ്റ്റാഫുകളെ മാറ്റിയിരുന്നു. ആ മാറി മാറി വരുന്ന ഓരോ സ്റ്റാഫിനും പെൻഷൻ അർഹതയാകുകയാണ്. അവരെ പെട്ടി ചുമന്നവനും കൊടി പിടിച്ചവനും ഇംഗ്ലാവ് വിളിച്ചവനും വീട്ടിൽ മീൻ മേടിച്ചു കൊടുത്തവനും അടുക്കളപ്പണി ചെയ്തവനും എല്ലാ ചാർച്ചക്കാരും ബന്ധുമിത്രാദികളും എല്ലാവരും പേഴ്സണൽ സ്റ്റാഫിൽ കുത്തി നിറയ്ക്കല്ലേ സാറേ, ഈ സർവീസ് സംഘടന സംഘടിത വിഭാഗത്തിന് ആവശ്യമാണ്. വെറുതെ അവരുടെ നേരെ കോപ്പ് കയറണ്ട. സാറൊന്നും ഇല്ലാണ്ടിരിക്കും സാറേ. ഈ 3% വരുന്ന സംഘടിത വിഭാഗത്തിന് വേണ്ടി ഗവൺമെന്റിൽ സ്വാധീനം ചെലുത്തി ഭീഷണിപ്പെടുത്തി പൊതുഖജനാവിൽ നിന്ന് വാരി കോരി കൊടുക്കണേല് ഒരാളാണ് നിങ്ങൾ. ബാക്കി വരുന്ന 97% റെപ്രസെന്റ് ചെയ്യുന്നവരാണ് ഞങ്ങൾ. അങ്ങനെ വാരിക്കോരി കൊടുക്കാനൊന്നും പറ്റില്ല, കൊടുക്കുന്നുമില്ല. അതിനൊക്കെ ഇവിടെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഉണ്ട്. ഈ 97% വരുന്ന ഈ പാവങ്ങൾക്ക് ശമ്പളോ അല്ലെങ്കിൽ പെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അതെങ്ങനെ ശരിയാവും? ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ സർക്കാർ ജോലിയിലുള്ളവർക്കാണ്. അതെങ്ങനെയാ 10 വർഷത്തിലൊരിക്കൽ വർദ്ധിപ്പിക്കേണ്ടുന്ന ശമ്പളം നിങ്ങളിപ്പോ 5 വർഷത്തില് ഇരട്ടിയാക്കി കൊടുക്കുകയാണ്. ഈ കാണുന്ന കമ്മീഷനുകളും ബോർഡുകളും ഈ ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ വെറും ധനദൂരത്തിന് വേണ്ടിയിട്ടാണ്. ആർക്ക് ഇതുകൊണ്ട് പ്രയോജനം? കേരളത്തില് ഇത്ര ചെറിയ സംസ്ഥാനം 21 PSC മെമ്പേഴ്സാണ്. UPSCക്ക് 3, 4, 6, 8 ആണെന്നാണ് എന്റെ അറിവ്. ഏറ്റവും വലിയ സംസ്ഥാനം മധ്യപ്രദേശിന് 6 PSC കമ്മീഷൻ മെമ്പേഴ്സുകൾ. അത് ധനദൂരത്തിന്റെ ഭാഗമല്ലേ? അതെ, ഞങ്ങൾ ഇരുന്നാണ് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് മെറിറ്റ് നോക്കി സർക്കാർ ജോലി തിരപ്പെടുത്തുകയാണ്. ഞങ്ങളോട് കൊമ്പുവെക്കാൻ പറയണ്ട. നിങ്ങളുണ്ടാക്കിയ ലിസ്റ്റ് ക്യാൻസൽ ചെയ്യലും ഒന്നും പറയിപ്പിക്കണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങൾ ആ ലിസ്റ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഉയർന്ന റാങ്കുള്ള ഒരു റാങ്ക് ഹോൾഡർ കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ ചെയ്ത് നിങ്ങൾ എല്ലാവരും ഓർക്കണ്ടല്ലോ അല്ലേ? സാർ ഞാനൊന്ന് ചോദിച്ചോട്ടെ, മെറിറ്റ് അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറി എത്ര യുവാക്കളുണ്ട്? ഇപ്പൊ ഒരു യുവാവ് ടെസ്റ്റ് എഴുതി പാസ്സായി അവന് ജോലി കിട്ടുമ്പോഴേക്കും അവന്റെ മൂക്കില് പല്ല് മുളച്ചിട്ടുണ്ടാവും. പിന്നെ അവനെ അതൊരു പെൻഷൻ അർഹരാക്കല്ലാണ്ട് വേറൊരു ഗുണം അതുകൊണ്ടില്ല. പിന്നെ മധ്യവയസ്കനെ സർവീസിൽ കയറ്റുകൊണ്ട് എന്ത് മൈലേജ് കിട്ടാനാ? നീ ഒന്നും മിണ്ടാണ്ട് ചെറുക്കാം. സാറിന് എന്തിനു പറയാൻ മതി സാർ. എന്താ സാറേ പിള്ളേരെ കിട്ടുകയായിരുന്നത്? ഈ പിള്ളേരോട് സാറിനൊന്നും പറയാനില്ലേ? നമ്മുടെ ഇവിടെ കൃഷി എന്ന് പറഞ്ഞിട്ട് എത്ര ഓഫീസർമാരാണ്? 160ഓളം ഓഫീസേഴ്സ് ഉണ്ട്. എന്താ സാറേ അതുകൊണ്ട് പ്രയോജനം? ഇവിടെ പാവപ്പെട്ട കർഷകൻ കൃഷി ഇറക്കുമ്പോൾ ഏത് ഓഫീസറാണ് അവരുടെ കൃഷി എടുത്ത് ചെല്ലുന്നത്? കൃഷി ഇറക്കാൻ ആരാ അവരെ സഹായിക്കുന്നത്? സ്വന്തം ഭാര്യയുടെ കിട്ടുതാനും ഏതെങ്കിലും തമിഴിന്റെ കയ്യിൽ നിന്ന് കൊള്ളപ്പലിശയ്ക്ക് പഠിച്ച പണം, അതല്ലാതെ അവരുടെ കയ്യിൽ എന്തുണ്ട് സാറേ? വീട്ടിലുള്ള ഓരോ ഐറ്റംസ് വിറ്റ് പെറുക്കി, ആടുമാടുകളെ വിറ്റ് പെറുക്കി അവർ കൃഷി ഇറക്കുന്നത്. ഏത് കലാമിറ്റീസ് വന്നാലും എന്ത് നഷ്ടങ്ങൾ അവർക്ക് വന്നാലും അവരെ തിരിഞ്ഞു നോക്കാൻ ഇവിടെ ആരുണ്ട് സാറേ? 8.5 ലക്ഷം
ഹെക്ടർ കൃഷി ഉണ്ടായിരുന്ന കേരളമായിരുന്നു. അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് വളരെ തുച്ഛം ഓഫീസർമാരും ഓഫീസർമാരും. ഇന്ന് ഇത്രയധികം ഓഫീസർമാരുണ്ട്, ഇത്രയധികം ഓഫീസേഴ്സ് ഉണ്ട്. കൃഷിക്കാരന് എന്ത് പ്രയോജനം? ഇന്ന് 1.5 ലക്ഷം ഹെക്ടർ മാത്രമേ ഉള്ളൂ. 1,86,000 ഹെക്ടർ കൃഷി ചെയ്യുന്നുള്ളൂ. ഇത് ധനതൂർത്തല്ലേ സാറേ? കൃഷിക്കാരെ സംരക്ഷിക്കില്ല, അവരെ സഹായിക്കില്ല. ഇത് ധനതൂർത്താണ്. പിള്ളേരെ ചോദിക്കുന്നതിൽ കഥയില്ലെന്ന് വിചാരിച്ച് അവരുടെ വായ അടച്ചു മുടക്കിയിട്ടാ നോക്കണ്ട. അതുകൊണ്ട് സാറിന് എന്താ കുഴപ്പം? ചെലവെല്ലാം ഗവൺമെന്റ് അല്ലേ വഹിക്കണേ. ഷീജേ, ഒരു കുപ്പി വെള്ളം. അല്ല സാറേ, കൃഷി മാത്രല്ല എല്ലാ മേഖലയിലും ഇപ്പൊ നഷ്ടത്തിലാ. ഇവരുടെയൊക്കെ ഈ അവിഹിത കൂട്ടുകെട്ട് കാരണം എത്ര കമ്പനികളെ നഷ്ടത്തിലെന്നറിയോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് KSRTCയുടെ കാര്യം തന്നെ എടുക്കാം. ഇനി അതൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ആർക്കെ പറ്റുക? ട്രേഡ് യൂണിയൻ ഉണ്ടല്ലോ, രാഷ്ട്രീയക്കാരുണ്ടാവല്ലോ, നേതാക്കന്മാരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ തൊഴിലാളികളെല്ലാവരും ഇനി പണിയില്ലാണ്ടാവും. ഇവർ ഈ അവിഹിത കൂട്ടുകെട്ട് കാരണം കമ്പനികളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാം വിറ്റ് തുറച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവസാനമായിട്ട് എയർപോർട്ടും വിറ്റു. അതെ, ആ സാറും ആ പയ്യന്മാരൊക്കെ പറഞ്ഞത് ശരിയല്ലേ? ആ മുഖ്യരുമായി നിങ്ങൾക്ക് ഇടപെട്ട പെൻഷന്റെ കാര്യം നടത്തി കൊടുത്തുകൂടെ? എന്റെ ഷീജൻ നീ അർത്ഥമോ? നിങ്ങളോട് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്റെ ഹൃദയത്തിന് കുത്തുള്ളൂ. നിങ്ങളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഈ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ വേറെ ആരത് അവതരിപ്പിക്കും? ഇവർ അസംഘടിതർ, ഇവരെ നിങ്ങൾ കണക്കിലെടുക്കുന്നില്ല. അവരെന്നെ നിങ്ങളുടെ അരികിലേക്ക് വിളിച്ചത് നിങ്ങളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക്. അത് പറയുവാൻ എനിക്ക് ഒരു ധർമ്മമുണ്ട്, അതെന്റെ ഒരു നീതിയാണ്, എന്റെ മനസ്സിനകത്തൊരു ആശ്വാസമാണ്. അതിന് സാറെന്തിനാ വിഷമിക്കണേ? സാറിന് ശമ്പളം, അലവൻസ്, ബോൺസ് എല്ലാം ഉണ്ട്. എന്നിട്ടാണോ സാറ് വെറുതെ ചൊറിയാൻ വരുന്നത്? നേതാവേ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാനിത് പറയാതെ പോകരുതല്ലോ. എനിക്ക് ഇപ്പൊ കിട്ടുന്ന 75-76 പെൻഷൻ വേണ്ട. ഈ പാവപ്പെട്ടവര് അരവഴ മുറുക്കി ജീവിക്കുമ്പോ ഞാൻ പണം ദൂർത്തടിക്കാതെ ബാങ്കിൽ സേവ് ചെയ്താലും ആർക്കും പ്രയോജനപ്പെടുന്നില്ല. അത് ക്രയവിക്രയത്തിൽ വരുന്നില്ല. തുല്യ പെൻഷൻ, തുല്യനീതി അവരുടെ അവകാശമാണ്. അത് അവർക്ക് ചെയ്യാൻ നേതാവിന് ഇച്ഛാശക്തിയുണ്ടോ? സാറായതുകൊണ്ട് ഞാൻ ഗെറ്റൗട്ട് അടിക്കുന്നില്ല. ഇവന്മാർക്കൊക്കെ കയറി ഇറങ്ങാനുള്ള വീട്. അതുകൊണ്ട് സാറ് ഇവന്മാരെ കൊണ്ട് പോയാട്ടെ. എന്നാ പിന്നെ ഇപ്പോൾ ഞാൻ പോകുന്നു. ഞാൻ ഈ പിള്ളേരോടൊപ്പം തന്നെയുണ്ട്. എന്റെ ശബ്ദം അവരുടെ ശബ്ദമാണ്. നിങ്ങൾ പോയട്ടെ. 1 India 1 പെൻഷൻ ശക്തമാക്കണം. നിങ്ങൾ സംഘടിതരാകണം. നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ പ്രാപിക്കണം. ഈ സംഘടിത വിഭാഗത്തെ ഒരു നാൾ നിങ്ങൾ ലജ്ജിപ്പിക്കണം. ധൈര്യം കൈമുതലാക്കി നിങ്ങൾ പ്രാപിക്കേണ്ടുന്ന അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം. നിങ്ങളേവരും ജയ് 1 India 1 പെൻഷൻ.